ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാപ്റ്റർ 6 എവല്യൂഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ ദി എർത്ത് ആൻഡ് അഡാപ്റ്റേഷൻസ് ഓഫ് ഓർഗാനിസംസ് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ്. ഇതാണ് നമ്മുടെ എവല്യൂഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫോംസ്, നമ്മുടെ ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെ ഈ ഭൂമി ഉണ്ടായി, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എവല്യൂഷനിലോട്ട് നോക്കാം. ഇവിടെ എന്താണ് ചേഞ്ചസ് ഇൻ ദ ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്ലാന്റ്സിനെയാണ് അല്ലേ. മൊത്തത്തിൽ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫ്ലോറ എന്ന് വിളിക്കുന്നത്. ഫോണ എന്ന് വിളിക്കുന്നത് എന്താണ്, മൊത്തം ആനിമൽസിനെ നമ്മൾ എല്ലാ ആനിമൽസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് ഇത് ഫോണ എന്ന് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൽ നമ്മൾ ഫസ്റ്റ് പോകുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഏതാണ്, ദ ബിഗ് ബാങ് തിയറി അല്ലേ. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു ബാങ് അല്ലേ, വലിയൊരു എക്സ്പ്ലോഷനിലൂടെ, ഹ്യൂജ് എക്സ്പ്ലോഷനിലൂടെ ഈ ഒരു ഭൂമി ഉണ്ടായി എന്നുള്ളതാണ് ബിഗ് ബാങ് തിയറി. യൂണിവേഴ്സ് എറോസ് ഫ്രം എ ഹ്യൂജ് എക്സ്പ്ലോഷൻ. ഇതാണ് നമ്മുടെ ബിഗ് ബാങ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് ഒരു 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കുറേ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്, ഡസ്റ്റ്, ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഗ് ബാങ് തിയറിയിൽ മെയിനായിട്ട് ആ ഒരു ഹ്യൂജ് എക്സ്പ്ലോഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് നമുക്ക് ഒറിജിൻ ഓഫ് എർത്തിലോട്ടാണ് പോകുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു മിൽക്കി വേ അല്ലെങ്കിൽ ഗാലക്സി ഉൾപ്പെടുന്ന ഒരു സോളാർ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ, മീഥെയിൻ, അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്രയും ആണ് ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്യാസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ വേപ്പർ ഉണ്ട്, മീഥെയിൻ, അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനകത്ത് ഇനി ഒറിജിൻ ഓഫ് ലൈഫിൽ തന്നെ നമ്മൾ എല്ലാവരും, കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ആണ്. അതായത് ഗോഡ് എന്ന് പറയുന്ന ഒരു ആൾ അല്ലേ, ഗോഡ് എന്ന് പറയുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണ് ഈ എർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ലൈറ്റ്, എല്ലാ പ്ലാന്റ്സ്, ആനിമൽസ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് വിശ്വസിക്കുന്നത്, ആ ഒരു ഗോഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ ആ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻസിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. കാരണം എന്താണ്, ഒരുപാട് ചേഞ്ചസ്, അതായത് പണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൽ നിന്നും നമുക്ക് ഭൂമിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ ആനിമൽസ്, അതുപോലെ തന്നെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഇവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ, അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന കുറെ, ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഡൈനോസേഴ്സ്, മാമർത്തുകളൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ അപ്പൊ നമ്മൾ എന്തായാലും ഒരു എവിഡൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, അതായത് സയൻസ് പഠിക്കുന്ന എല്ലാവരും ഒരു എവിഡൻസിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ നമ്മൾ അതിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് നമ്മുടെ തിയറി ഓഫ് പാൻസ്പെർമിയ അല്ലെങ്കിൽ കോസ്മോസോയിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ഈ പാൻസ്പെർമിയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാൻസ്പെർമിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് സ്പോർസ് ഓർ പാൻസ്പെർംസ് കെയിം ഫ്രം ദി ഔട്ടർ സ്പേസ്. അതായത് ഈ ഒരു യൂണിവേഴ്സിലല്ല, ഈ ഒരു ഭൂമിയിലല്ല, ഈ ഭൂമിയിൽ നിന്നും പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തത്, ലൈഫ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ഈ പാൻസ്പെർമിയ പറയുന്ന തിയറി പറയുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ വരുന്ന തിയറിയാണ് ഈ പറയുന്ന തിയറികളൊക്കെ എന്ത് ചെയ്താണ്, എലിമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറികളല്ല കേട്ടോ. ആൻഡ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു നോൺ ലിവിങ് ആയിട്ടുള്ള മാറ്ററിൽ നിന്നും സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെ ലൈഫ് റൈസ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന തിയറി. അപ്പൊ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പം സോയിലൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്ട്രോ, അതും അല്ലെങ്കിൽ സോയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പുഴു അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ അബയോട്ടിക് ആയിട്ടുള്ള ആ ഫാക്ടേഴ്സിൽ നിന്നാണ് ഇത് നമ്മുടെ ന്യൂ എർത്ത് റൈസ് ആയില്ല അല്ലെങ്കിൽ ജീവൻ ഉണ്ടായത്, ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്
അവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നതാണ് ഈ തിയറി. അപ്പൊ ഈ തിയറി നമുക്ക് അധികമായിട്ട് അത് അക്സെപ്റ്റഡ് അല്ലാത്തൊരു തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് തിയറി ഓഫ് ബയോജനസിസ് എന്ന് പറയുന്നത്. അതായത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് തന്നെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ ഈ തിയറി കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ ലൂയി പാസ്റ്റർ അല്ലേ. ലൂയി പാസ്റ്റർ ആണ് ഈ തിയറി കൊണ്ടുവന്നത്. ആൻഡ് നമുക്ക് അടുത്തതായിട്ട് വരുന്ന തിയറിയാണ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയാണ്. ഇത് മക്കളെ എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആരാണ് കൊണ്ടുവന്നത്? ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻ തിയറി എന്നും കൂടെ ഇതിന് പേരുണ്ട്. അപ്പം ഒപ്പാരനും ഹാൽഡെയിനും കൂടെ ചേർന്നിട്ടാണ് ഈ തിയറി കൊണ്ടുവന്നത്. അപ്പൊ ഇത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻസ് എക്സെട്ര. അപ്പൊ ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഒരു നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ടുള്ള RNA, പ്രോട്ടീൻസ്, ഇതൊക്കെ എന്താണ്? ബയോ മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു ലൈഫ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ്, വാട്ടറിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് ഈ മോളിക്യൂൾസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ലിവിങ് മാറ്റേഴ്സും ഒറിജിനേറ്റ് ചെയ്തത്, ഓർഗാനിക് മോളിക്യൂൾസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഏത് തിയറി പറയുന്നത്? നമ്മുടെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഒപ്പാരൻ ഹാൽഡെയിൻ തിയറി പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒപ്പാരൻ ഹാൽഡെയിൻ തിയറിന്റെ തന്നെ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്ത തിയറിയാണ് നമ്മുടെ കെമിക്കൽ എവല്യൂഷന്റെ സ്റ്റാൻലി മില്ലറിന്റെയും, അതായത് സ്റ്റാൻലി എൽ മില്ലർ, ഹറോൾഡ് യൂറേ. അപ്പൊ യൂറേ മില്ലർ തിയറി അല്ലെങ്കിൽ യൂറേ മില്ലറിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു തിയറിക്ക് ഇതായിട്ടുള്ളത്. അതായത് അവർക്ക് ഇത് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല, പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ആ ഒരു തിയറി കൂടുതൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള തിയറി ആയിട്ട് മാറിയത്. അപ്പൊ ഈ തിയറിയിൽ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? they created a electrical discharge using electrodes in a closed flask containing methane, ammonia, hydrogen and water. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് പ്രിമിറ്റീവ് എർത്തിൽ നമുക്ക് അവിടെ എന്ത് കാണാനായിട്ട് പറ്റില്ല? ഓക്സിജനെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ മീഥേൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, ഹൈഡ്രജനും വാട്ടറും. ഇതെല്ലാം കൂടിയാണ് എന്തിലേക്ക് ഇട്ടത്? ഒരു ഫ്ലാസ്കിലേക്ക് ഇട്ടത്. ആൻഡ് അവിടെ എന്ത് കൊടുത്തു? 800 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ വാട്ടർ വേപ്പർ കൊടുത്തത്. അതായത് ഒരു വാട്ടർ വേപ്പറും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു 800 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവരിത് ചൂടാക്കിയത്. ഓക്കെ, ദെൻ അതിനകത്ത് എന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പ്രൊവൈഡ് ചെയ്തിട്ട് അപ്പൊ ഇത്രയും ചൂടിൽ എന്തായി? ഇതെല്ലാം വേപ്പേഴ്സ് ആയി മാറി അല്ലെ. ഇതിനെ വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഒരു ഇതിനകത്ത് കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ എന്ത് കിട്ടി? സം ഷുഗേഴ്സ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് നൈട്രജൻ ബേസസ് കിട്ടി, അമിനോ ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ്, ഇതെല്ലാം ഫ്ലാസ്കിൽ അവർ കളക്ട് ചെയ്തു. അതായത് ഈ ഒരു എക്സ്പെരിമെന്റിൽ, നമ്മുടെ യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റിൽ മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ എല്ലാം കൂടെ ഒരു 800 തിളപ്പിച്ചപ്പം അവർക്ക് ഇതെല്ലാം കൂടെ കണ്ടൻസ് ചെയ്ത് കിട്ടിയാൽ എന്താണ് കിട്ടിയത്? നമ്മുടെ ഷുഗർ കിട്ടി, നൈട്രജൻ ബേസ് കിട്ടി, അമിനോ ആസിഡ്സ് കിട്ടി, ലിപ്പിഡ്സ് കിട്ടി. അപ്പൊ ഇതെല്ലാം എന്താണ് മക്കളെ? ബയോ മോളിക്യൂൾസ് ആണ് അല്ലെ. അപ്പൊ ഈ ബയോ മോളിക്യൂൾസിൽ നിന്നും ഇങ്ങനെയുള്ളതിൽ നിന്നാണ് എന്തുണ്ടായതെന്നാണ് പറയുന്നത്? ലൈഫ് ക്രിയേറ്റ് ചെയ്തത് ഈ ബയോമോളിക്യൂൾസിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഓർഗാനിക് മോളിക്യൂൾസ് അവിടെ നിന്നുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ലൈഫ് വന്നത് എന്ന് ഇവരെന്ത് ചെയ്തു? ഈ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് തെളിയിച്ചത്. അതായത് നമ്മുടെ നേരത്തെ എക്സ്പെരിമെന്റിന്റെ ആ ഒരു അവർ പറഞ്ഞ തിയറിയുടെ എക്സ്പെരിമെന്റൽ പ്രൂഫ് ആണ് യൂറേ ആൻഡ് മില്ലറിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ തിയറിയുടെ ആണെന്ന് നോക്കിയോ? ഒപ്പാരൻ ഹാൽഡെയിൻ തിയറിയുടെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് ആണ് നമ്മുടെ യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഒപ്പാരന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അലക്സാണ്ടർ ഐ ഒപ്പാരൻ ആൻഡ് JBS ഹാൽഡെയിൻ. ഇവരാണ് ഏത് തിയറി ഉണ്ടാക്കിയത്? ഒപ്പാരൻ ഹാൽഡെയിൻ തിയറി ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നോക്കിക്കോ, വെരി ഹൈ ടെമ്പറേച്ചർ വോൾക്കാനിക് സ്ട്രോംസ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ദാറ്റ് കണ്ടെയ്ൻഡ് മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ എക്സെട്ര. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് ക്ലൈമറ്റ് അല്ലെ. റെഡ്യൂസിങ് ക്ലൈമറ്റ് നമ്മൾ കണ്ടു. എന്താണ് റെഡ്യൂസിങ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ? പ്രിമിറ്റീവ് എർത്തിൽ
നമ്മുടെ ഓക്സിജൻ ഇല്ലാത്തൊരു ക്ലൈമറ്റ് ഉണ്ട്, അതിനെയാണ് റെഡ്യൂസിങ് ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഈ ഒരു എക്സ്പെരിമെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് പലതും എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ തന്ന് പലതും തെറ്റിച്ചു കൊടുക്കും. ചിലപ്പോൾ ഈ എക്സ്പെരിമെന്റ് തന്നെ എഴുതാനായിട്ട് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഇനി സ്റ്റാൻലി യുറേ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻസ് എന്തൊക്കെയായിരുന്നു നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് കൺക്ലൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത് നോക്കിക്കോ. എവിഡൻസ് ഫോർ കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്ന അവർക്ക് തെളിയിക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ അതൊരു കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നതിന്റെ ഒരു എവിഡൻസ് ആയെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ആൻഡ് ഷോഡ് ദാറ്റ് നോൺ സെല്ലുലാർ ബയോമോളിക്യൂൾസ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് DNA, RNA, പോളിസാക്കറൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പൊ ഇവിടെ നോൺ സെല്ലുലാർ ബയോമോളിക്യൂൾസ് ഏതൊക്കെ ഫോമിൽ ഉണ്ടാവുന്നുണ്ട്? DNA ആവുന്നുണ്ട്, RNA ആവുന്നുണ്ട്, പോളിസാക്കറൈഡ്സ് ആവുന്നുണ്ട്, പ്രോട്ടീൻസ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് അവർക്ക് ആ ഒരു കൺക്ലൂഷനിലായിട്ട് എത്താനായിട്ട് പറ്റി. ആൻഡ് നമുക്ക് ഒറിജിൻ ഓഫ് ഫസ്റ്റ് സെല്ലിലോട്ട് പോവുകയാണെങ്കിൽ, ആൻഡ് ദ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എവിടെ നിന്നാണ്? 3 ബില്യൺ ഇയേഴ്സിൽ നിന്നാണ് മുമ്പാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണ്? ജൈന്റ് മോളിക്യൂൾസ് ആയിട്ടുള്ള RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്, ഇതൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഈ മോളിക്യൂൾസ് ഒക്കെയാണ് ഉണ്ടായി വന്നത്. And the first cellular forms of life must have appeared 2 billion years ago. അപ്പം ലൈഫ് ഒക്കർ ചെയ്ത അല്ലെ ലൈഫ് ഉണ്ടായി വരുന്നതിന് ഹെൽപ്പ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഉണ്ടായത് എന്ത്? നമ്മുടെ 2 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. അത് സിംഗിൾ സെൽസിൽ, വാട്ടർ ബോഡീസിൽ സിംഗിൾ സെൽസ് ആണ് ആദ്യം അപ്പിയർ ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് സിംഗിൾ സെൽസ് എന്തായിട്ട് മാറും? ദെൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ട് മാറും. നമ്മുടെ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്നാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായിട്ട് വന്നത്. ഓക്കെ, ഇനി എവല്യൂഷൻ ഓഫ് ഫോംസ് എന്ന് പറയുന്ന തിയറിയാണ്. അവിടെ എന്താണ്? കൺവെൻഷണൽ റിലീജിയസ് ലിറ്ററേച്ചർ ടെൽ us about the theory of special creation. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു തിയറി. അതിനുശേഷം ഓൾ ലിവിങ് ഓർഗാനിസംസ് എല്ലാം എന്താണ്? ക്രിയേറ്റഡ്, അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു സയൻസിന് ഒരിക്കലും അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എർത്ത് എന്ന് പറയുന്നത് 4000 ഇയർ ഓൾഡ് ആണ്. അതായത് ഈ ഒരു ഇത് 4000 ഇയർ ഓൾഡ് ആണ്. പക്ഷെ അവിടെ ഒരു ജീവിതം ഉണ്ടായിട്ട് അതിനൊക്കെ ഒരുപാട് മുമ്പാണ് ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളാണ് ആര്? ചാൾസ് ഡാർവിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചാൾസ് ഡാർവിന്റെ ഒബ്സർവേഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കണം. അപ്പൊ എന്താണ് ചാൾസ് ഡാർവിന്റെ ആ ഒരു ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്? അയാള് സഞ്ചരിച്ച ആ വണ്ടി ഒരു സീയിലൂടെ അല്ലേ സഞ്ചരിച്ച് എവിടേക്ക് പോയി? ഗാലപ്പോഗസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്ത ആ ഒരു വോയേജിന് യൂസ് ചെയ്ത ഒരു ഷിപ്പിന്റെ പേരാണ് എന്ത്? HMS ബീഗിൾ എന്ന് പറയുന്ന ആ ഒരു ഷിപ്പിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഗാലപ്പോഗസ് ഐലൻഡിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അവരുടെ തിയറീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവര് ഗാലപ്പോഗസ് ഐലൻഡിൽ പോകാൻ യൂസ് ചെയ്ത ആ ഒരു ഇതിന്റെ പേര് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് ഒരു പോപ്പുലേഷനിൽ കൂടുതൽ മോർ പ്രോജനീസിനെ ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കാരണം അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലേ. അപ്പോൾ അതായത് കൂടുതൽ ഒരു ലെസ് ഫുഡിനകത്ത് അല്ലെങ്കിൽ വളരെ ലെസ് ആയിട്ടുള്ള ഒരു റിസോഴ്സിൽ ഒരു ഓർഗാനിസം എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസിനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും രോഗങ്ങളിൽ നിന്നും അവർക്ക് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉള്ളൊരു ബോഡി ഉള്ള ആളായിരിക്കണം. പിന്നെ ലെസ് ഫുഡിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. പിന്നെ ഏത് എക്സ്ട്രീം ക്ലൈമറ്റിലും ജീവിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഇതിലെല്ലാം ജീവിക്കാൻ, എല്ലാത്തിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഏതാണ്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറിയാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. The better adapted individuals
in a population would better fit in the environment and produce more progeny. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് കൂടുതൽ പ്രോജനീസിനെ അല്ലെങ്കിൽ കൂടുതൽ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നത്. And these will survive more and hence are selected by nature. അപ്പൊ ഇങ്ങനെയുള്ളവരെ നേച്ചർ സെലക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഓക്കെ, ഇനി എവിഡൻസസ് ഫോർ എവല്യൂഷൻ നോക്കാം. നമുക്ക് എന്തൊക്കെ എവിഡൻസസ് ആണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ പാലിയന്റോളജിക്കൽ എവിഡൻസ് അല്ലെ, നമുക്ക് ഈ ഫോസിൽസിൽ നിന്നൊക്കെ കിട്ടുന്ന എവിഡൻസിനെയാണ് നമ്മൾ പാലിയന്റോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ദെൻ എംബ്രിയോളജിക്കൽ എവിഡൻസ്, കാരണം ഈ എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ പല ഓർഗാനിസംസിലും എംബ്രിയോളജിക്കൽ സ്റ്റേജിൽ ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇവരെല്ലാം കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഉണ്ടായവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് കമ്പാരിറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി അല്ലെ, പല ഓർഗാനിസംസിന്റെയും മോർഫോളജി അനാട്ടമി ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ മോർഫോളജിയിൽ അനാട്ടമിയിലും പല സിമിലാരിറ്റീസും നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇങ്ങനെ എവല്യൂഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതായത് ഇങ്ങനെ എവല്യൂഷൻസ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോളിക്കുലാർ ഹോമോളജി ഓർ ബയോകെമിക്കൽ എവിഡൻസസ്, അതായത് ഒരു മോളിക്കുലാർ ലെവലിലും നമുക്ക് ബയോകെമിക്കൽ അവരുടെ ഉള്ളിലുള്ള കെമിക്കൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിഡൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ എവിഡൻസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ്, ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ളവർ തന്നെയാണ് ഉള്ളത്, അതായത് അവരിൽ നിന്ന് എവല്യൂഷൻ നടന്നു എന്നും നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ആൻഡ് എവിഡൻസസ് ഫ്രം ബ്രീഡിങ്ങിൽ നിന്നും എവല്യൂഷൻ നമുക്ക് എവിഡൻസസ് കിട്ടിയിട്ടുണ്ട് എവല്യൂഷന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇത്രയും എവിഡൻസസ് ആണ് എവല്യൂഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പാലിയന്റോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഫോസിൽസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പൊ എന്തൊക്കെ തരത്തിലാണ്, റിമൈൻസ് ഓർ ഇംപ്രഷൻസ് ഓഫ് പാസ്റ്റ് ഓർഗാനിസംസ്, നമുക്കിപ്പം പാറയുടെ ഇടയിലോ അല്ലെങ്കിൽ സോയിലിന്റെ അടിയിലോ പിന്നെ അങ്ങനെ ഐസിന്റെ ഒക്കെ ഉള്ളിലോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫോസിൽസിനെ കാണാനായിട്ട് പറ്റും അല്ലെ. പല രീതിയിൽ അങ്ങനെ തന്നെ മരിച്ച അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതായി പോയ ഫോസിൽസ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോഴും ഫോസിൽസ് പലയിടത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ സെഡിമെന്റേഷൻ അല്ലെ, റോക്സ് സെഡിമെന്റേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്തു എന്നൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഡൈനോസേഴ്സിന്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇവിടെയൊക്കെ എക്സ്റ്റിൻറ്റ് ആയി പോയിട്ടുള്ള ഡൈനോസേഴ്സ് ഒക്കെ ഇതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു പാലിയന്റോളജിക്കൽ എവിഡൻസ് വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ബൈ സ്റ്റഡിങ് ദ ഡിഫറെൻറ്റ് സെഡിമെന്ററി ലെയേഴ്സ് ദ ഏജ്, ആ ഒരു ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സെഡിമെന്ററി ലെയേഴ്സിന്റെ വെച്ചിട്ട് നമുക്ക് എന്ത് ജിയോളജിക്കൽ ടൈം പീരീഡും ആ ഒരു ഏജും ഓർഗാനിസത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ഡൈനോസേഴ്സ് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ ഈ ഡൈനോസേഴ്സിന്റെ എവല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയോ, ബ്രാക്കിയോസോറസ്, പിന്നെ ആർക്കിയോപ്റ്റെറിസ്, പിന്നെ ക്രോഡീലിയ ഡയാലിസിസ്, അങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള ഈ ഒരു ഇതിന്റെ പേരുകളൊന്നും നിങ്ങൾക്ക് വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു പിക്ചർ എപ്പോഴും നോക്കി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എംബ്രിയോളജിക്കൽ എവിഡൻസസിലേക്കാണ് വരുന്നത്. എംബ്രിയോളജിക്കൽ എവിഡൻസ് പ്രപ്പോസ് ചെയ്ത ആരാണ്, ഏണസ്റ്റ് ഹെക്കൽ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓൾ എംബ്രിയോസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ഷോ എ റോ ഓഫ് വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ബിഹൈൻഡ് ദ ഹെഡ്. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാം വെർട്ടിബ്രേറ്റ്സിന്റെ എല്ലാം ഒരു പ്രത്യേകതയാണ് അല്ലേ നമ്മുടെ ഈ ഒരു വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് കോഡേറ്റ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇത് എല്ലാ മൃഗങ്ങളിലും എംബ്രിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് ഒരുപോലെ ആയതുകൊണ്ട് അവർ ഈ ഒരു എംബ്രിയോളജിക്കൽ എവിഡൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ന് പറയുന്ന ആള്, ആ ഒരു സയന്റിസ്റ്റ് ഇതിനെ തികച്ചും എന്ത് ചെയ്തു, ഡിസ്അപ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താണ്, ഈ എംബ്രിയോസ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ ഹ്യൂമൻ എംബ്രിയോസ് തന്നെ എടുത്താൽ നമുക്ക് ഈ ചെറിയ രീതിയിൽ, അതായത് എംബ്രിയോ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഫിഷിനെ പോലെയോ അല്ലെങ്കിൽ റെപ്റ്റൈൽസിനെ പോലെയോ ഇരിക്കും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ അഡൽട്ട് ആയിട്ട് മാറുമ്പോൾ ഫിഷോ റെപ്റ്റൈലോ ഒന്നും ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടാണ് നമ്മുടെ കോൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ത് ചെയ്തത്, ഈ തിയറി കംപ്ലീറ്റ് ഡിസ്അപ്രൂവ് ചെയ്തത്. ഏണസ്റ്റ് ഹെക്കലിന്റെ തിയറി ഡിസ്അപ്രൂവ് ചെയ്തത് അദ്ദേഹമാണ്. കാരണം എംബ്രിയോസ് ഒരിക്കലും അഡൽട്ട് സ്റ്റേജ് ആകുമ്പോൾ അങ്ങനെ എത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഓക്കെ, ദെൻ എവിഡൻസസ് ഫ്രം കമ്പാരിറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. ഇവിടെ വരുന്നതാണ് നമ്മുടെ ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. മക്കളെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നതാണ് നമ്മുടെ ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഹോമോലോഗസ് ഓർഗൻസ് നമുക്ക് നോക്കാം. എന്താണ്? സിമിലർ ഇൻ ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ബട്ട് ഡിസിമിലർ ഇൻ ഫങ്ഷൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഈ കൈ അല്ലെ, നമ്മുടെ കൈ എന്ന് പറയുന്നത്, അതുപോലെ ചീറ്റയുടെ ഫോർ ലിംബ് അല്ലെ, ചീറ്റയുടെ ഫോർ ലിംബ്, അതുപോലെ തന്നെ പെൻഗിന്റെ കൈ, ഇതെന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഒരേ സ്ട്രക്ചർ ആണ് അല്ലെ, എവിടെ ഒരേ സ്ട്രക്ചറിൽ നിന്ന് എറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ ഒരു ഒറിജിനിൽ നിന്നും എറൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. സിമിലർ ഒറിജിൻ ആണ് ഇവർക്കെല്ലാം ഉള്ളത്. പക്ഷേ ഫങ്ഷൻ പലതിനും പലതായിരിക്കും. കാരണം നമ്മൾ എന്തിനാ കൈ യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ആണ് നമ്മുടെ കൈകൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചീറ്റ എന്തിനാണ്? ഓടാനാണ്. മറ്റേ പെൻഗ്വിനാണെങ്കിൽ സ്വിം ചെയ്യാനോ അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ആ ഒരു കൈകൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോർ ലിംബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒറിജിൻ ആയിരിക്കും, പക്ഷെ ഡിസിമിലർ ഫങ്ഷൻ ആയിരിക്കും, ഫങ്ഷൻ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഈ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസസ്ട്രീനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാം ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഉണ്ടായതാണ്. പിന്നെ നമ്മുടെ അഡാപ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പല പല അഡാപ്റ്റേഷൻസ് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻ മാറി എന്നതാണ് നമുക്ക് ഹോമോലോഗസ് ഓർഗൻസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഹോമോലോഗസ് ഓർഗൻസ് നോക്കിയോ, മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്, ഇവരുടെ എല്ലാം ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ, ഓരോന്നിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അപ്പൊ നമ്മുടെ ഹോമോലോഗസ് ഓർഗൻസ് വരുവാണെങ്കിൽ എന്താണ്? നമുക്ക് കോമൺ ആയിട്ടുള്ള ഒറിജിൻ അല്ലേ, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒറിജിനും അതുപോലെ തന്നെ ഡിസിമിലർ ആയിട്ടുള്ള ഫങ്ഷനുമാണ് ഇവിടെ കാണുന്നത്. അതായത് മാനിന്റെ ആ ഒരു ഫോർ ലിംസ്, അതുപോലെ തന്നെ ചീറ്റയുടെ ഫോർ ലിംസ്, അതുപോലെ തന്നെ വെയിലിന്റെ ആ ഒരു ഫിൻസ് അല്ലേ, അതുപോലെ തന്നെ ബാറ്റിന്റെ, ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ഫങ്ഷൻ ആണ്. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ് മക്കളെ? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ് ഉള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ തോൺസ് ഓഫ് ബോഗൺവില്ല ആൻഡ് ടെൻഡിൽസ് ഓഫ് കുക്കുർബിറ്റൈൻ പ്ലാന്റ്സ്, നമ്മളിപ്പോൾ ആനിമൽസിന്റെ കാര്യമാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ആ ഒരു ഫോർ ലിംസിന്റെ കാര്യം പറഞ്ഞതെങ്കിൽ ആ ഒരു തോൺസ് ആണ് നമ്മുടെ പ്ലാന്റ്സിനകത്ത് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതർ ഹോമോലോഗസ് ഓർഗൻസ് ആർ വെർട്ടിബ്രേറ്റിന്റെ ബ്രെയിനും അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ് ഹാർട്ടും. ഇത് രണ്ടും എന്താണ്? ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഹോമോലോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സ്ട്രക്ചർ മോഡിഫൈഡ് ടു പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ടു അഡാപ്റ്റ് ദി ഓർഗാനിസംസ് ടു ഡിഫറെന്റ് നീഡ്സ്. കാരണം അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് അവർ അതുമായിട്ട് അഡാപ്റ്റഡ് ആയി. ഇതിനെയാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്നും നമ്മൾ പറയുന്നത്. അതായത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവർ ഡിഫറെന്റ് ഫങ്ഷൻസ് കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് അനലോഗസ് ഓർഗൻസ് ആണ്. അപ്പൊ ഈ ഹോമോലോഗസ് ഓർഗൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ അവരുടെ ഫങ്ഷൻ എന്തായിരിക്കും? കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻ ആയിരിക്കും. ആൻഡ് ഒറിജിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിസിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്, അനലോഗി എന്നും പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസെക്ട്സിന്റെ ചിറക്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു ടെറിസിന്റെ അല്ലെ, ടെറിസിന്റെ ചിറക്, ബേർഡ്സിന്റെ, അതുപോലെ തന്നെ ബാറ്റിന്റെ, ഇതിന്റെ ചിറകെല്ലാം എന്തിനു യൂസ് ചെയ്യുന്നവരാണ്? നമ്മുടെ പറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡിഫറെൻ്റ് ആണ് അല്ലെ. നമുക്കിവിടെ കാണാം ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർ ഡിഫറെൻറ്റ് ഒറിജിൻ ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അനലോഗസ് ഓർഗൻസ് എന്നാണ് വിളിക്കുക. ഇതെന്താണ്? കൺവേർജന്റ് എവല്യൂഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പാരലൽ എവല്യൂഷനിൽ വരുന്നതാണ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒറിജിൻ ആണെങ്കിലും അവർ ഒരേ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലേക്ക് കൺവേർജ് ചെയ്യപ്പെടുന്നു എന്നതാണ് കൺവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അനലോഗസ് ഓർഗൻസ് എന്തിലാണ് വരുന്നത്? കൺവേർജന്റ് എവല്യൂഷനിലാണ് വരുന്നത്. ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾക്ക് മാറി മാറി ചോദിക്കുന്നതാണ് കേട്ടോ.
ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അനലോഗസ് ഓർഗൻസിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ് വിങ്സ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽസ് ആൻഡ് പെൻഗ്വിൻസ്, ഇതിൻ്റെ ഫ്ലിപ്പർ എന്ന് പറയുന്നത് ഒരു അനലോഗസ് ഓർഗൻ ആണ്. ആൻഡ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഇൻ ആനിമൽസ് അല്ലേ, നമ്മുടെ മാമൽസിൻ്റെയും ഒക്ടോപ്പസിൻ്റെയും ഐസ് എന്ന് പറയുന്നത് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണെങ്കിലും ഫങ്ഷൻ സെയിം തന്നെയാണ്. ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോയും നോർമൽ പൊട്ടറ്റോയും, അതായത് നമ്മുടെ പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വീറ്റ് പൊട്ടറ്റോ ഒരു റൂട്ട് മോഡിഫിക്കേഷനും പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്റ്റെം മോഡിഫിക്കേഷനും ആണ്. പക്ഷേ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, എന്താണ്, സ്റ്റോറേജ് ഓഫ് ഫുഡാണ് അവിടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗി ഈസ് സീൻ ഡ്യൂ ടു കൺവേർജന്റ് എവല്യൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് വെർ സിമിലർ ഹാബിറ്റാറ്റ് കണ്ടീഷനിൽ അവർ സെലക്ട് ചെയ്യുന്നത് സിമിലർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലുള്ളവർ സിമിലർ അഡാപ്റ്റീവ് കണ്ടീഷനിൽ സിമിലർ ഫീച്ചേഴ്സ് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇത് ഇനി വരുന്നതാണ് മോളിക്കുലാർ ഹോമോലോഗി അല്ലെങ്കിൽ ബയോ കെമിക്കൽ എവിഡൻസിലോട്ടാണ് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലാരിറ്റീസ് ഇൻ ദ ബയോമോളിക്യൂൾ, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസിൻ്റെ ബയോമോളിക്യൂൾസിലുള്ള സിമിലാരിറ്റീസ് ആണ്. അപ്പം ഇതിനകത്ത് സിമിലാരിറ്റീസ് ഇൻ ജീൻസ് ആൻഡ് പ്രോട്ടീൻസ് അല്ലേ, അതൊക്കെ നമുക്ക് എന്തിനകത്ത് വരാം, ബയോമോളിക്കുലാർ അല്ലെങ്കിൽ മോളിക്കുലാർ ഹോമോലോഗിയിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസിൽ വരുന്നതാണ് എന്ത്, ദ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള ആ ഒരു റെസ്ട്രിക്റ്റഡ് റീജിയനിൽ കോമൺ ആൻസസ്ട്രീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസിൽ വരുന്നത്. അതായത് ഹാബിറ്റാറ്റ് ഐസൊലേഷൻ ഹാസ് പ്രോബബ്ലി റെസ്ട്രിക്റ്റഡ് ദീസ് ഓർഗാനിസംസ് ടു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ ഓൺ ദി എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. എവിഡൻസസ് ഫ്രം ബ്രീഡിങ്ങിൽ നിന്നുള്ള എവിഡൻസസ്. അപ്പം മാൻ ഹാസ് ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ മെനി വൈൽഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് അല്ലേ, നമ്മൾ പല ആനിമൽസിനെയും ക്രോപ്സിനെയൊക്കെ ഡൊമസ്റ്റിക് ആയിട്ട് വളർത്തുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എന്താണ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയിട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന ഓരോരോ ഓർഗാനിസംസ് ആയിരിക്കും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രീഡ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രീഡിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആനിമൽസ് അല്ലെങ്കിൽ നമ്മുടെ യൂസ്ഫുൾനെസ്സിനനുസരിച്ചാണ്. ആൻഡ് ഇൻറ്റൻസീവ് ബ്രീഡിംഗ് പ്രോഗ്രാംസ് ഹാവ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓൺ ദി സെയിം ഗ്രൂപ്പ്. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബ്രീഡുകളെ കാണാം. ഫോർ എക്സാമ്പിൾ ഡോഗ്സിൽ അല്ലേ, എന്തോരം ബ്രീഡ്സ് ആണ് നമുക്ക് ഡോഗ്സിൽ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. റിട്രീവർ ഉണ്ട്, ലാബ്രഡോർ ഉണ്ട്, അങ്ങനെ നമുക്ക് ആൾസേഷ്യൻ, ജർമ്മൻ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബ്രീഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റീസെൻ്റ് ആൻഡ് പ്രസൻറ്റ് ഡേ എവിഡൻസസ് ആണ് എവല്യൂഷനിലുള്ള. അപ്പോൾ അതിനകത്ത് എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇൻഡസ്ട്രിയൽ മെലാനിസം നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഇംഗ്ലണ്ടിൻ്റെ പണ്ടത്തെ കാലത്ത് ഒരു 1850s എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് അവിടെയുള്ള മതിലുകളും അതുപോലെ തന്നെ ട്രീയുടെ ബാർക്കൊക്കെ നല്ല വൈറ്റ് കളേർഡ് ആയിരുന്നു. അപ്പോൾ വൈറ്റ് കളേർഡ് ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ 2 ടൈപ്പ് ഓഫ് മോത്ത് ഉണ്ടായിരുന്നു. വൈറ്റ് വിങ്ഡ് മോത്തും അതുപോലെ തന്നെ ഡാർക്ക് കളർ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളർ വിങ്ഡ് മോത്തും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള മോത്തുകളെ നമുക്ക് അധികം കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രിഡേറ്ററിൽ നിന്നും വൈറ്റ് വിങ്ഡ് മോത്തുകൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബാർക്കിലാണെങ്കിലും ആ ഒരു മതിലിലാണെങ്കിലും ഡാർക്ക് കളേർഡ് മോത്തുകളെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഡാർക്ക് കളേർഡ് മോത്തുകളുടെ എണ്ണം വളരെ കുറയുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയൽ എവല്യൂഷനൊക്കെ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ആ ഒരു ഡാർക്ക് കളറായി മാറി. നമ്മുടെ ആ ഒരു ഭിത്തിക്കും എല്ലാം ആ ഒരു ട്രീസിൻ്റെ ബാർക്കിനെല്ലാം ഡാർക്ക് കളറായിട്ട് മാറുകയും, അപ്പോൾ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് അല്ലേ. വൈറ്റ് കളേർഡ് ആയിരുന്നു നേരത്തെ നോട്ടീസബിൾ അല്ലാത്തത്. പക്ഷെ ഇപ്പം എന്തായി, ഡാർക്ക് കളർ നോട്ടീസബിൾ അല്ലാതെയായി, വൈറ്റ് നോട്ടീസബിൾ ആയതിന് വൈറ്റിൻ്റെ എണ്ണം നന്നായിട്ട് കുറയുകയും ചെയ്തു, ഡാർക്കിൻ്റെ എണ്ണം വല്ലാതെ ഉയരുകയും ചെയ്തു. ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഒരു 1920 ആയപ്പോഴാണ് നമുക്ക് ഈ ഫിനോമിനൽ നേരെ തിരിഞ്ഞത്. ഓക്കെ, ഇനി ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് പൊല്യൂട്ടഡ് ഏരിയാസിൽ നമുക്ക് ലൈക്കൺസിനെ കാണാനായിട്ട് പറ്റില്ല. ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൻ്റെ എക്സാമ്പിൾ. അതായത് ഒരു വൈറ്റ് കളേർഡ് ആകുമ്പോൾ ഇവിടെ നമുക്ക് അധികം നോട്ടീസ് ചെയ്യപ്പെടത്തില്ലായിരുന്നു. ആൻഡ് ഡാർക്ക് കളേർഡിൽ വന്നപ്പം വൈറ്റിനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെട്ടു. ആൻഡ്
ഇതാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദോസ് ദാറ്റ് ക്യാൻ അഡാപ്റ്റ് ബെറ്റർ വിൽ സർവൈവ് ആൻഡ് ദോസ് ആർ ലെസ് അഡാപ്റ്റഡ് വിൽ പെരിഷ് ആൻഡ് ഓൺലി എ ഫ്യൂ വിൽ സർവൈവ്. ഇത് പറയുന്നത് വളരെയധികം അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത് എന്നാണ് കേട്ടോ. ആൻഡ് എവല്യൂഷൻ ബൈ ആന്ത്രോപ്രോജനിക് ആക്ഷൻ, മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കൊണ്ടുള്ള ഒരു എവല്യൂഷൻ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. റെസിസ്റ്റൻസ് ടു കെമിക്കൽസ്, അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ DDT അല്ലേ, DDT യൂസ് ചെയ്യായിരുന്നു നമ്മുടെ മൊസ്കിറ്റോസ് അല്ലെങ്കിൽ ഉറുമ്പിനെയൊക്കെ ഉള്ള. പക്ഷെ എന്തായി, പിന്നീട് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ DDTനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഈ പാത്തജൻസിനെയൊക്കെ ഈ പാത്തജൻസ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മൾക്കാണെങ്കിലും പല ബാക്ടീരിയാസ്, ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ആ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആവില്ലേ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ റെസിസ്റ്റൻസ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എവല്യൂഷണറി പ്രോസസ്സിൽ വരുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ancestral stock give rise to new species that are adapted to new habitats and new ways of life. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഒരു ഇതിനനുസരിച്ച് അല്ലേ, പുതിയ അഡാപ്റ്റേഷൻ അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നാണ് അഡാപ്റ്റേഷനിൽ പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് സ്പീഷീസ് സ്റ്റാർട്ടിങ് ഫ്രം ദി കോമൺ പോയിന്റ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ റേഡിയേറ്റ് ടു അതർ ജിയോഗ്രഫിക്കൽ ഏരിയാസ്. ഇപ്പം ഇവിടെ നിന്ന് കുറേ പേര്, ഒരേ ഒരു രീതിയിലുള്ള കുറേ പേര് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, പുതിയൊരു പോപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാർവിൻ്റെ ഫിഞ്ചസ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസിന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫിഞ്ചസിൻ്റെ എല്ലാം ബീക്സ് ശ്രദ്ധിച്ചാൽ അവരെന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ബീക്സിൻ്റെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ബീക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ജേണിയിൽ എന്ത് ചെയ്തു, ഗാലപ്പോഗസ് ഐലൻഡിലാണ് പോയതെന്ന് പറഞ്ഞു. 15 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഞ്ചസിനെ അവർ കണ്ടു. അപ്പോൾ ഈ ഫിഞ്ചസ് എല്ലാം എന്താണ്, ഗാലപ്പോഗസ് ഐലൻഡിലാണ് ഉള്ളത്. ആൻഡ് ഇവരെല്ലാം, ഈ ഫിഞ്ചസ് എല്ലാം ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ താമസിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ഡൈവേഴ്ജൻ്റ് എവല്യൂഷൻ. അപ്പോൾ അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണിക്കുന്നതിനെയാണ് ഡൈവേഴ്ജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആണ്. അതിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ തന്നെ കാണപ്പെടുന്ന മാർസൂപ്പിയൽസ് ആണ്. ഇത് പല പല റീജിയൻസിലോട്ട് പോയപ്പം ഇവരുടെ അഡാപ്റ്റേഷൻസ് മാറി മാറി വന്നു. അതാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിൽ വരുന്നത്. നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്ന ടാൻസ്മാനിയൻ വൂൾഫ്, അതുപോലെ തന്നെ ടൈഗർ ക്യാറ്റ്, ബാൻഡഡ് ആൻഡ് ടീറ്റർ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ മാർസൂപ്പിയൽസിൽ വരുന്ന ആനിമൽസ് ആണ്. അപ്പോൾ ഈ മാർസൂപ്പിയൽസിൽ വരുന്ന ആനിമൽസ് പല പല റീജിയൻസിലോട്ട് മാറിയപ്പം, അതായത് ഇക്കോളജിക്കൽ റീജിയൻസ് മാറിയപ്പം ഇവരുടെ അഡാപ്റ്റേഷനും ചേഞ്ചായി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ കൺവേർജൻ്റ് എവല്യൂഷൻ അല്ലേ. കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒറിജിനിലുള്ളവരെല്ലാം ഒരേ ഫങ്ഷൻ കാണിക്കുന്നതാണ് നമ്മുടെ കൺവേർജൻ്റ് എവല്യൂഷനിൽ പറയുന്നത്. നാച്ചുറൽ സെലക്ഷൻ വിച്ച് ലീഡ്സ് ടു സിമിലർ അഡാപ്റ്റേഷൻ ഇൻ വിച്ച് the different organisms for the survival in different habitats is called convergent evolution എന്ന് പറയുന്നത്. ആൻഡ് പ്ലാസൻ്റ, നമ്മുടെ ഓസ്ട്രേലിയയിൽ തന്നെ വരുന്ന പ്ലാസൻ്റൽ ആനിമൽസും ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മുടെ കൺവേർജൻ്റ് എവല്യൂഷനിൽ വരുന്നത്. ദെൻ പ്ലാസൻ്റൽ വൂൾഫും ടാൻസ്മാനിയൻ വൂൾഫും മാർസൂപ്പിയൽസ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് കാണിക്കുന്നതാണ് അതിനകത്ത് വരുന്നത്. ഇനി ബയോളജിക്കൽ എവല്യൂഷനിൽ വരുന്നത് നമ്മുടെ ഫോർമേഷൻ ഓഫ് ന്യൂ ലൈഫ് ഫോംസ് കോൾഡ് ബയോളജിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ ബയോ എവല്യൂഷൻ അല്ലേ. നമ്മുടെ ലൈഫ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നതിനാണ് ബയോളജിക്കൽ എവല്യൂഷൻസ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ വരുന്നുണ്ട്. മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് വരുന്നത്. ആൻഡ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ അത് കൊണ്ടുവന്നത് ജീൻ ബാപ്റ്റൈസും ലാമാർക്കിൻ്റെയാണ് തിയറി എന്ന് പറയുന്നത്. അവരെന്താന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ
the evolution of life forms occurred due to the use and disuse of organs. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാത്ത ഒരു തിയറിയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനും ഡിസ്യൂസ് ചെയ്യുന്നതിനും അനുസരിച്ചാണ് നമ്മുടെ ഓർഗൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ആരെ കൊടുക്കുക, നമ്മുടെ അക്വയർഡ് ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു സ്ട്രക്ചറും മാറുമെന്നാണ് ഇവരുടെ തിയറി പറയുന്നത്. അതായത് ജിറാഫിന് പണ്ട് സാധാരണ പോലെയുള്ള കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു, അവർ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കഴുത്ത് നീട്ടി 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 ഇവരുടെ കഴുത്ത് നീണ്ടുപോയതാണ് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. പക്ഷേ ഈ തിയറി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഇപ്പം അംഗവൈകല്യമൊക്കെ ഉള്ളവർക്ക് ജനിക്കുന്ന ഒരിക്കലും അംഗവൈകല്യമുള്ള കുട്ടികളല്ല. അതുപോലെ തന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള കുട്ടികളായിരിക്കില്ല ഉണ്ടാവുക, അല്ലേ? അങ്ങനെ ഒരു ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും ഒരു കഴിവ്, ഇപ്പം എനിക്ക് നന്നായിട്ട് ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ പഠിച്ചു, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഒരിക്കലും ആ ഒരു കഴിവ് കിട്ടില്ല. കാരണം അത് അവർ നേടിയെടുക്കേണ്ട കഴിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിയറി എന്ന് പറഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു തിയറിയാണ് കേട്ടോ. ഇനി ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അതിനകത്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ ഓവർ പ്രൊഡക്ഷൻ, ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇവർക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അല്ലേ? പിന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് അത് അടുത്തത്. ഫുഡ്, അതുപോലെ തന്നെ സ്പേസ്, മെയ്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻ, ആ ഒരു കോമൺ ആയിട്ടല്ലേ, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ദെൻ വേരിയേഷൻ ആണ് പറയുന്നത്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ നമുക്ക് പല 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 വേരിയേഷൻസ് വരുന്നുണ്ട്. ആൻഡ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഇതാണ് ഏറ്റവും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്താണ് ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ജീവിക്കുമ്പം എന്ത് സംഭവിക്കും, ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കുമ്പം അവിടെയുള്ളതായിട്ട് ഏറ്റവും നമ്മൾ അഡാപ്റ്റഡ് ആയിട്ട് പോകുന്നത് മാത്രം നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് സർവൈവൽ ഓഫ് ദി സ്പീഷീസിൽ പറയുന്നത്. ആൻഡ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റിൽ പറയുന്നത്. ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് അടുത്തത്. വേരിയേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ മൂവ്സ് അൺഫിറ്റ് ഓർഗാനിസംസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ബെറ്റർ അഡാപ്റ്റഡ് ആൻഡ് ഫിറ്റസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒറിജിൻ ഓഫ് സ്പീഷീസിൽ വരുന്നത്. ദെൻ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നാച്ചുറൽ സെലക്ഷൻ തിയറിയിലോട്ടാണ്. നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നാച്ചുറൽ സെലക്ഷൻ എന്താണെന്നുള്ളത്, നേച്ചർ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ബെറ്റർ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ആൻഡ് മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ ആണ് ഇനി അടുത്തത്, അല്ലേ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂഗോ ഡീവറീസ് ആണ് പ്രപ്പോസ് ചെയ്തത് ഈ തിയറി എന്ന് പറയുന്നത്. അത് എന്താണ്, ഇനോത്തിറ ലാൻഡ്മാർക്കിയാന എന്ന് പറയുന്ന, അല്ലെ, പ്രൈം റോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്താണ് വർക്ക് നടത്തിയത്. അവിടെ എന്ന് പറഞ്ഞാൽ ലാർജ് ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് നമുക്ക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചതുകൾ എന്താ ചെയ്യുന്നത്, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, എവല്യൂഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഡിഡ് നോട്ട് എഗ്രി വിത്ത് ഡാർവിൻസ് തിയറി ഓഫ് സ്മോൾ വേരിയേഷൻസ് കോസിങ് എവല്യൂഷൻസ്. ചെറിയ വേരിയേഷൻസ് ഒന്നും എവല്യൂഷൻ കോസ് ചെയ്യത്തില്ല എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഹ്യൂഗോ ഡീവറീസ് എന്ന് പറയുന്ന ആള് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്രീക്വൻസി ഇല്ലേ, ഇപ്പം നമ്മളിപ്പം ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പ്രോജനീസിനെ നമ്മൾ എന്തായിട്ട് എടുക്കുവാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എടുത്തു, അവിടെ നമുക്ക് കിട്ടുന്നത് ഏതൊക്കെ ടൈപ്പാണ്, ടി എന്ന് പറയുന്ന ടോൾ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ടി എന്ന് പറയുന്ന സ്മോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആൾക്കാർ, ടി എന്ന് പറയുന്ന സ്മോൾ ആയിട്ടുള്ള, അതായത് ഡ്വാർഫ് ആയിട്ടുള്ള ആൾക്കാർ. ഇതപ്പം ലെങ്ത് കൂടിയതാണ്, ഇത് ഹെട്രോസൈഗസ് ആണ്, ഇത് ഹോമോസൈഗസ് തന്നെ റെസസീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഈ ടീനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, പി ആയിട്ടാണ് എടുക്കുന്നത്, സ്മോൾ ടീനെ നമ്മൾ ക്യൂ ആയിട്ടാണ് എടുക്കുന്നതെന്ന് കൺസിഡർ ചെയ്താൽ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പി അല്ലേ, പി സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് പി ആണ്, ആൻഡ് സ്മോൾ ടി എന്ന് പറയുന്നത് ക്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യൂ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ്, പിന്നെ നമുക്കിവിടെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ആണ് അല്ലേ,
ക്യൂ സ്ക്വയർ ഇങ്ങനെ ഒരു ഇക്വേഷനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 1 ആണെങ്കിലാണ് ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതെന്ന് പറയുന്നത്, ആ എവല്യൂഷൻ എന്ന് പറയുന്നത് നടക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് പറയുന്ന ഡിഫറൻസ് ഇൻ ചേഞ്ച് ഇൻ ദ വാല്യൂ of the expected frequency from the actual frequency indicate the extent of evolutionary change. അപ്പോൾ അങ്ങനെ വന്നാലാണ് എവല്യൂഷണറി ചേഞ്ച് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നമ്മുടെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് ഒരിക്കലും നോക്കിയാൽ ഒരു ഓർഗാനിസമെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോജനിയിൽ F1 ഉണ്ടാവുന്നത് ഇപ്പം ഇന്ന ഒരു റേഷ്യോ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകത്തില്ല അല്ലേ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻസ് വരുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ജീൻ മൈഗ്രേഷൻ ആൻഡ് ജീൻ ഫ്ലോ. ഇങ്ങനെ ജീൻ മൈഗ്രേഷൻ നടക്കുന്നതും ജീൻ ഫ്ലോ നടക്കുന്നതും എന്തിന് കാരണമാകും, ഈ ഒരു ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൻ്റെ അഫക്റ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ആൻഡ് ലോസ് ഓർ അഡീഷൻ ഓഫ് ജീൻസ് വെൻ സർട്ടൈൻ ഇൻഡിവിജ്വൽസ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അത്രയും ജീൻ ഇവിടുന്ന് ലോസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ജീൻ ഫ്ലോ ആണ് അങ്ങോട്ടേക്ക് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ജീൻ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നാലും അവിടെ ഒരു ജീനിൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് വരുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം ചേഞ്ചസ് ഇൻ ദ അലീൽ ഫ്രീക്വൻസീസ് ഓഫ് എ പോപ്പുലേഷൻ ഒക്കറിങ് ഓൺലി ബൈ ചാൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ജനറ്റിക് ഡ്രിഫ്റ്റ്. പെട്ടെന്ന് നടക്കുന്ന ആ ഒരു ചേഞ്ചിനെയാണ് മക്കളെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു അലീൽ ഫ്രീക്വൻസിയിൽ വരുന്ന പെട്ടെന്നുള്ള ചേഞ്ചിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ഈസ് കോൾഡ് ഫൗണ്ടർ ആൻഡ് ദി ചേഞ്ചസ് ഇൻ ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ആർ കോൾഡ് ഫൗണ്ടർ എഫക്റ്റ്. ഇപ്പോൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ കൂടിയ ആൾക്കാരും ഉണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ പോയിട്ട് വേറൊരു ഇപ്പോൾ ഒരു ഐലൻഡിൽ പോയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആൾക്കാരെല്ലാം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ അവിടെ പോയി പുതിയൊരു ജനറേഷൻ തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവരാണ് അവിടുത്തെ ഫൗണ്ടേഴ്സ്. അപ്പോൾ അവരുടെ ഫൗണ്ടേഴ്സിൻ്റെ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഹൈറ്റ് കുറവിനെ നമ്മൾ എന്ത് വിളിക്കും, ഫൗണ്ടർ എഫക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തത് മ്യൂട്ടേഷൻ ആണ്. നമുക്കറിയാം സഡൻ ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് നമ്മുടെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പം വൈറസിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഒരുപാട് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി റീകോമ്പിനേഷൻ, നമുക്കറിയാം പാക്കറ്റിൻ സ്റ്റേജിലാണ് നമുക്ക് റീകോമ്പിനേഷൻ നടക്കുന്നത്. ആൻഡ് ആ ഒരു റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ഒരു ചേഞ്ച് വരും അല്ലേ, ഡിഫറെൻറ്റ് ക്യാരക്ടറിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അമ്മയും അച്ഛനെയും പോലെ തന്നെ എക്സാക്ട് കോപ്പീസ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവാത്തത്. ഓക്കെ, ഇനി നാച്ചുറൽ സെലക്ഷൻ ആണ് വരുന്നത്. നാച്ചുറൽ സെലക്ഷനും എന്തിനാ എഫക്ട് ചെയ്യുന്നതാണ്, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രാഫ് കിട്ടുന്നുണ്ട് ഇവിടെ. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രാഫ് എന്താണ്, നമ്മുടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെബിലൈസേഷൻ ഗ്രാഫാണ് നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീം സംഭവം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ലെങ്ത് കൂടിയ പ്ലാന്റ്സ്, ലെങ്ത് ഏറ്റവും കുറഞ്ഞ ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അപ്പോൾ ടോൾ ആയിട്ടുള്ള പ്ലാന്റ്സും ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ്സും. അപ്പോൾ അവരുടെ ഒരു ഇത് എടുത്ത് നോക്കിയാൽ ഫീനോടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ്റെ ഫ്ലേവർ, ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്തിനെയാണ് ഫേവർ ചെയ്യുന്നത്, ഇപ്പോൾ ഹൈറ്റ് കൂടിയ പ്ലാന്റ്സിനെ ആണെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്ഷണൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടാകുന്നത് എന്താണ്, മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. മീൻ ക്യാരക്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജ് വാല്യൂ അല്ലാത്തതിന് എന്തിനേലും എടുക്കുന്നതിനാണ് ഡയറക്ഷണൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ പെരിഫറൽ ക്യാരക്ടേഴ്സ് വാല്യൂ ബോത്ത് എൻഡ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് വൺ ഓഫ് ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫാണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതായത് ഏറ്റവും ടോളിനെ എടുക്കും, ഏറ്റവും ഡാർഫിനെ എടുക്കും, നടുക്കുള്ളതിനെ എടുക്കത്തില്ല. അതാണ് ഈ ഒരു ഗ്രാഫ് പറയുന്നത്. ഓക്കെ, ഈ പീക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്, നമ്മുടെ സ്റ്റെബിലൈസേഷൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. അതായത് പീക്ക് ഇത് സ്റ്റെബിലൈസേഷൻ്റെ എക്സാമ്പിളാണ്, ഇത് ഡയറക്ഷണലിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ,
ഇനി അടുത്തായിട്ട് വരുന്നത് എവല്യൂഷൻ്റെ ഒരു ചെറിയ ബ്രീഫാണ്. നമ്മുടെ ആ ഒരു എവല്യൂഷൻ തിയറി അല്ലെ, നമ്മുടെ എങ്ങനെയാണ് എവല്യൂഷൻ നടന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ കുറേ ഇറാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പാലിയോസോയിക് എറ, മീസോസോയിക് എറ ആൻഡ് സീനോസോയിക് എറ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ സ്റ്റേജസ് ഉണ്ട് അല്ലേ. നമുക്ക് സൈലൂറിയൻ, ഡിവോണിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പം ഇവിടെയെല്ലാം എന്തിൻ്റെ എക്സ്റ്റിങ്ഷൻ ആണ് നടന്നത്, ഏതാണ് കൂടുതൽ ഉണ്ടായതെന്ന് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ദ ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് അപ്പിയർഡ് അറൌണ്ട് 2000 മില്യൺ ഇയേഴ്സ് അഗോ. അപ്പോൾ ഇത്രയും മില്യൺ ഇയേഴ്സ് അഗോ ആണ് നമുക്ക് ലൈഫ് അപ്പിയർ ചെയ്തത് എന്നാണ് പറയുന്നത്. And some of these cells could release oxygen by splitting of water with the help of solar energy trapped like harvesting pigments. നമുക്കറിയാം അല്ലേ, ഫോട്ടോസിന്തസിസ് ഒക്കെ നടന്നത്. ആൻഡ് സ്ലോലി ദീസ് സിംഗിൾ സെൽ ഓർഗാനിസംസ് എവോൾവ് ടു മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. എങ്ങനെയാണ് എവല്യൂഷൻ നടന്ന, എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആദ്യം എന്താണ് ഉണ്ടായിട്ടുള്ളത്, സിംഗിൾ സെല്ലായിട്ടുള്ള പ്ലാന്റ്സ്, ദെൻ അതിൽ നിന്ന് വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ടായി, ബ്രയോഫൈറ്റ്സ് അല്ലേ, ബ്രയോഫൈറ്റ്സ് ഉണ്ടായി, അതിൽ നിന്ന് ടെറിഡോഫൈറ്റ്സ് ഉണ്ടായി, ദെൻ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇങ്ങനെയാണ് എവല്യൂഷൻ വരുന്നത്. ആനിമൽസിന്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് ആദ്യം ഫോം ചെയ്തത്. അതായത് 500 മില്യൺ ഇയേഴ്സ് അഗോ നമുക്ക് എന്താണ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ജോലസ് ഫിഷസ് ആണ് ഉണ്ടായത്, ഒരു 350 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അതിനുശേഷം ഫിഷസ് ആണ് ഉണ്ടായത്, അതും ഒരു 350 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പാണ് അതുണ്ടായത്. ദെൻ അടുത്തതായിട്ടാണ് ലാൻഡിലെ ആനിമൽസ് എല്ലാം നമുക്ക് ഉണ്ടായത് അല്ലേ. അപ്പോൾ അങ്ങനെ ആംഫിബിയൻസിൻ്റെ എവല്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് സിയോലാസിൻ്റെ എവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എവല്യൂഷനൊക്കെ നിങ്ങൾ ഏത് ഇയറിലാണ് എവല്യൂഷൻ നടന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് റെപ്റ്റൈൽസിൻ്റെ എവല്യൂഷൻ എപ്പോഴാണ് നടന്നത്, ഒരു 65 മില്യൺ ഇയേഴ്സ് എഗോയാണ് നടന്നത്. ആൻഡ് അതിന് ആ റെപ്റ്റൈൽസിൻ്റെ എവല്യൂഷൻ നടക്കുന്ന സമയത്താണ് ആരുണ്ടാവുന്നത് മക്കളെ, ഡൈനോസെറസ് ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഡൈനോസേഴ്സിൻ്റെ എവല്യൂഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. ആൻഡ് മാമൽസിൻ്റെ എവല്യൂഷൻസിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, വിവി പാരസ് ആണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാമൽസ് എല്ലാം റെപ്റ്റൈൽസിൻ്റെ ഒക്കെ കുറേ എക്സ്റ്റിങ്ഷന് ശേഷമാണ് മാമൽസ് ഒക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് മാമൽസിൻ്റെ എക്സാമ്പിളായിട്ട് വരുവാണെങ്കിൽ അക്വാട്ടിക് മാമൽസ് ആണ് വെയിൽസ്, ഡോൾഫിൻസ്, സീ കൗസ് ഒക്കെ പറയുന്നത്. ആൻഡ് ടെറസ്ട്രിയൽ ആയിട്ടുള്ള മാമൽസ് ആണ് ഹോഴ്സ്, എലിഫന്റ്, ഡോഗ്, മാൻ ഒക്കെ കേട്ടോ. അപ്പോൾ ഇനി എവല്യൂഷൻ ഓഫ് മാനിലോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഡ്രയോപിതേക്കസ് ആണ്. അതിനുശേഷമാണ് ഡ്രയോപിതേക്കസിൻ്റെ ഒരു പ്രത്യേകതകളാണ് ചിമ്പാൻസികളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഗോറില്ലാസിനെ പറ്റിയാണ് അവർ കൂടുതലും സിമിലർ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് അടുത്ത സ്റ്റേജ് ആണ് ദെൻ ഡ്രാമപിതേക്കസ്. അതുകൊണ്ട് തന്നെ ചിമ്പാൻസികളെ പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ശരിക്കും ആ ഒരു കോമൺ ആൻസസ്റ്റർ ആയിട്ട്, അല്ല ആൻസസ്റ്റർ ആണെങ്കിൽ പോലും നമ്മുടെ മാനിൻ്റെ എവല്യൂഷനായിട്ട് കണക്കാക്കുന്ന ഫസ്റ്റ് ആരാ, രാമാപിതേക്കസ് ആണ് നമ്മൾ ഫസ്റ്റ് കണക്കാക്കുന്ന ആൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രാമാപിതേക്കസ് എന്ന് പറഞ്ഞാൽ 10 to 15 മില്യൺ ഇയേഴ്സ് എഗോയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ആര് വരുന്നത്, ഹോമോ ഹബിലിസ് വരുന്നത് കേട്ടോ. ഹോമോ ഹബിലിസിന് ശേഷം ഹോമോ ഇറക്ടസ് അല്ലെങ്കിൽ ജാവ മാൻ ആണ് ഉണ്ടാവുന്നത്. അതിനുശേഷം നിയാൻഡർതാൾ മാൻ ആണ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് രാമപിതേക്കസ് വരുന്നത്, ഡ്രയോപിതേക്കസ് ഫസ്റ്റ്, പക്ഷേ ഇറ്റ്സ് മോർ ലൈക്ക് ചിമ്പാൻസി. മാനിനെ പോലെ കുറച്ച് സിമിലർ ആയിട്ട് വരുന്നത് നമ്മുടെ രാമപിതേക്കസ് ആണ്. അതിനുശേഷം ഹോമോ ഹബിലിസ് വരുന്നു. ആൻഡ് അതിനുശേഷം ഹോമോ ഇറക്ടസ് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് ജാവ മാൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഹോമോ സാപ്പിയൻസിലല്ല നിയാൻഡർതാൾ മാൻ ആണ് വരുന്നത്, നിയാൻഡർതാൾ മാൻ. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഹോമോ സാപ്പിയൻസ്. അപ്പം നമ്മളൊക്കെ ഹോമോ സാപ്പിയൻസിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, ഓസ്ട്രലോപിതേക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കാനുള്ളത് മക്കളെ. പ്രധാനമായിട്ടും ഇതിൻ്റെ നമ്മുടെ മാൻ്റെ എവല്യൂഷൻ, അതിനുള്ള നമ്മുടെ ഒപ്പാരൻ ഹാൽഡൻ തിയറി, സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് ഇതിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.